വിക്രം എന്ന നടന്റെ അതിഗംഭീരം എന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമകളിൽ ഒന്നായിരുന്നു കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്ത് 2022 റിലീസിനെത്തിയ മഹാൻ എന്ന ചിത്രം. വിക്രം എന്ന നടനിലെ നടനെയും ആക്ഷൻ ഹീറോയും വേണ്ടവിധം ഉപയോഗപ്പെടുത്തിയ സിനിമയായിരുന്നു ഇത്. പ്രതീക്ഷിക്കാവുന്ന വഴിത്തിരിവുകളിലൂടെ സഞ്ചരിച്ച് അപ്രതീക്ഷിത ട്വിസ്റ്റിലേക്ക് എത്തുന്ന ചിത്രം OTT-യിലായിരുന്നിട്ട് പോലും പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. 2 വർഷങ്ങൾക്കിപ്പുറം സിനിമയുടെ 2ാം ഭാഗം പുറത്തെത്തിയാൽ എങ്ങനെയിരിക്കും? അതെ, മഹാന്റെ 2ാം ഭാഗം എത്തുന്നുവെന്ന സൂചന നൽകിയിരിക്കുകയാണ് ചിയാൻ വിക്രം. ചിത്രത്തിന്റെ 2ാം വർഷത്തോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലൂടെയാണ് നടൻ 2ാം ഭാഗത്തിന്റെ സൂചന നൽകിയിരിക്കുന്നത്. സിഗരറ്റ് വലിച്ച് സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയും ഒപ്പം പങ്കുവച്ചിട്ടുണ്ട്. പോസ്റ്റ് പുറത്തെത്തിയതും ആരാധകർ ഒന്നടങ്കം ഏറ്റെടുത്ത മട്ടാണ്. മഹാൻ 2ാം ഭാഗം അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നും ഉടൻ തന്നെ മറ്റു വിവരങ്ങൾ പുറത്തുവിടുമെന്നുമൊക്കെയാണ് സംസാരമുള്ളത്. ഗാന്ധിയൻ ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്ത ഒരു കുടുംബം. ഈ കുടുംബത്തിന്റെ ഗാന്ധിയൻ ചിന്തകൾക്കിടയിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന കഥാപാത്രം ഗാന്ധി മഹാനായാണ് വിക്രം ചിത്രത്തിലെത്തുന്നത്. 40 വയസ്സുവരെ അത്തരം ചട്ടക്കൂടുകൾക്കുള്ളിൽ ജീവിച്ച ഗാന്ധി ഒരു ദിവസമെങ്കിലും സ്വന്തം പേരിന്റെയും കുടുംബത്തിന്റെയും ബാധ്യതകളില്ലാതെ ജീവിതം ആഘോഷിക്കണമെന്ന് ആഗ്രഹിക്കുകയും ആ സ്വപ്നം 40ാം പിറന്നാളിൽ സാധ്യമാവുകയും ചെയ്യുകയാണ്. ആ ദിവസത്തെ ആഘോഷങ്ങൾ ഗാന്ധിയുടെ ജീവിതം മാറ്റിമറിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് സിനിമയുടെ പ്രമേയം. ഇതിനിടയിലുണ്ടായ മകന്റെ അസാന്നിധ്യവും ശേഷമുണ്ടാകുന്ന സംഭവങ്ങളിലൂടെയുമാണ് കഥ മുൻപോട്ട് സഞ്ചരിക്കുന്നത്. വിക്രത്തിനൊപ്പം മകൻ ധ്രുവും ഒരുമിച്ചെത്തുന്നു എന്നത് തന്നെയായിരുന്നു ചിത്രത്തിന്റെ മെയിൻ അട്രാക്ഷൻ. റിലീസിന് മുമ്പ് മഹാനെ ചർച്ചയാക്കിയതും ഈ ഒരു ഫാക്ടർ തന്നെയായിരുന്നു. ഗാന്ധിയുടെ മകനായ ദാദാഭായ് നവറോജി എന്ന കഥാപാത്രത്തെയാണ് ധ്രുവ് അവതരിപ്പിച്ചത്. അച്ഛൻ മകൻ കെമിസ്ട്രിയെ രസകരമായി അവതരിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നുവെങ്കിലും കോംബോ സീനുകളിൽ വിക്രം തന്നെയായിരുന്നു സ്കോർ ചെയ്തിരുന്നത്. ആമസോൺ പ്രൈമിൽ 2022 ഫെബ്രുവരി 10-ന് തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക് ഭാഷകളിൽ മഹാൻ എന്ന പേരിലും കന്നഡയിൽ മഹാപുരുഷ എന്ന പേരിലുമാണ് ചിത്രം പ്രേക്ഷകർക്ക് മുൻപിലെത്തിയത്. സിമ്രാൻ, ബോബി സിംഹ, വാണി ഭോജൻ, സനാദ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നു. 7 സ്ക്രീൻ സ്റ്റുഡിയോയുടെ ബാനറിൽ ലളിത് കുമാറാണ് ചിത്രം നിർമ്മിച്ചിരുന്നത്. ഹിറ്റ് ചിത്രം OTT-യിൽ റിലീസായതിന്റെ ദുഃഖം അന്നേ തന്നെ ആരാധകർക്കുണ്ടായിരുന്നു. തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നുവെന്നും കാർത്തിക് സുബ്ബരാജിന്റെ കരിയർ ബെസ്റ്റ് ആണെന്നുമൊക്കെ സിനിമാ പ്രേമികളുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. 2ാം ഭാഗം എത്തുമ്പോൾ തിയേറ്ററിൽ കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഭൂരിഭാഗവും ഉള്ളത്. എന്തായാലും നടൻ തന്നെ ഇത്തരം ഒരു സൂചന തന്ന സ്ഥിതിക്ക് 2ാം ഭാഗം ഉണ്ടാകുമെന്ന ഉറപ്പിൽ തന്നെയാണ് ആരാധകരുള്ളത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.